ഞാനുണ്ടല്ലോ ഇന്ന് കാണിക്കുന്നതേ നല്ല സോഫ്റ്റായിട്ടും നല്ല ബോൾ പോലെ പൊങ്ങി വരുന്ന പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ ഓയിലും പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഗോതമ്പ് പൊടി എടുത്ത ഗ്ലാസ്സിന് തന്നെ 3/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ആ വെള്ളം ഇതിന് വേണ്ടി മതിയാകും കേട്ടോ. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് ഇത് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഓയിലും കൂടെ കയ്യിൽ തടകി ഈ മാവിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുത്ത് അരമണിക്കൂർ ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുവേ. അപ്പോൾ നമുക്കൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ബോളായിട്ട് എടുത്തിട്ട് ഇത് ഞാനിപ്പോൾ ചപ്പാത്തി പ്രസ്സിൽ വെച്ചാണ് കേട്ടോ നെക്കിയെടുക്കുന്നത്, പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയാലും മതി കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി പ്രസ്സിൽ വെച്ചാണ് ഞാൻ പരത്തിയെടുത്തത്. ഇട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പൂരി ഒന്ന് ഒരുവിധം ഒന്ന് നല്ലതുപോലെ പൊരിഞ്ഞ് പൊങ്ങി വരുമ്പോഴത്തേനും നമുക്കൊരു സ്പൂണിൻ്റെ ചുവട് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല കൊമ്മളച്ച് വീർത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ പൂരിയും ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറിയൊന്നും കൂട്ടി കഴിക്കണമെന്നില്ല. നല്ല പഞ്ചസാര ഇട്ട ചായയുടെ കൂടെയാണെങ്കിലും ഇത് വെറുതെ തിന്നാനും ചൂടോടുകൂടി നല്ല ടേസ്റ്റാണേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് അഭിപ്രായമൊക്കെ പറയണേ. ഒന്ന് അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. എപ്പോഴും ഈ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയുന്നതേ വീഡിയോ ഒന്നും ഇതുവരെ റീച്ച് ആയിട്ടില്ല, അതുകൊണ്ട്